എൻ്റെ പേര് യശ്വന്ത് മൂൺ. എൻ്റെ വീട് ഇവിടെ എറണാകുളത്താണ്. എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, ചേട്ടൻ, പിന്നെ മാമൻ, ആൻറ്റി, പിന്നെ ഞാൻ. എൻ്റെ ഈ ഫുട്ബോളിൽ നിന്നുള്ളതിലെല്ലാം മാമനാണ് സപ്പോർട്ട് ചെയ്യുക. എന്നെ സെലക്ഷന് കൊണ്ടുപോകണേലും എല്ലാത്തിനും മാമൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ക്യാമ്പുകളിലും അതുപോലെയുള്ള കോച്ചിങ് ക്യാമ്പുകളിലൊക്കെ കൊണ്ടു നടന്നത് അവൻ്റെ അപ്പൂപ്പൻ, അതായത് എൻ്റെ അച്ഛനായിട്ടുള്ള സോമൻജി. അച്ഛനൊരു ക്യാൻസർ രോഗിയായിരുന്നു. അദ്ദേഹത്തിന് വയറ്റിൽ ചെറിയൊരു ബാഗൊക്കെ വെച്ചിട്ടാണെങ്കിൽ പോലും. അപ്പോൾ അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു അവന് ഒരു വിദേശ മണ്ണിൽ ഒരു ഫുട്ബോൾ കളിക്കാൻ. അതാണിപ്പം സൂപ്പർ ലീഗ് കേരളയിലൂടെ സാധിച്ചത്. അതിന് പ്രത്യേകം നന്ദി സൂപ്പർ ലീഗ് കേരളയോടും അതിൻ്റെ ഭാരവാഹികളോടും അറിയിക്കുകയാണ്. ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കുമാണ്. കൈ പിടിച്ചുകൊണ്ട് കൊച്ചിലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ നടന്നു പോകുന്ന പ്രായമായപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും എറണാകുളം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും സ്കൂളുകളിലായാലും നാട്ടിലായാലും ഗ്രാമത്തിലായാലും ഇവിടെ ഒരു കുഞ്ഞു കളിയുണ്ടെങ്കിൽ പോലും അമ്മുമ്മ അപ്പൂപ്പൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പം അവൻ ഇങ്ങനെ അതിദൂരമായിട്ട് അവനിങ്ങനെ പോകുന്നതിനകത്ത് അവർക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഞാനിപ്പോൾ കളിയൊക്കെ തോറ്റു വന്നാലും അമ്മ ഇനി കുഴപ്പമില്ല, നമുക്ക് അടുത്തേ ശ്രമിക്കാം, ഇനിയുണ്ടല്ലോ, അങ്ങനെയൊക്കെ എപ്പോഴും പറയുന്നത് എൻ്റെ അമ്മ. എൻ്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത്രയ്ക്കും പാഷനാണ് അവൻ. എന്നോട് എപ്പോഴും പറയും, അമ്മ അമ്മച്ചിങ്ങനെ വെറുതെ ഇരുന്നാൽ മതി, അമ്മയ്ക്ക് ഫുട്ബോൾ കളിച്ച് ഞാൻ അമ്മേനെ രക്ഷപ്പെടുത്തും. അത് അവൻ ഇപ്പം ഈ പോയപ്പോഴും എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ കഷ്ടപ്പാടൊക്കെ അവനെ നന്നായിട്ട് അറിയാം. എൻ്റെ ചേട്ടൻ കളിക്കുന്നതാണ് ഞാനും കളിച്ചു തുടങ്ങി. ചേട്ടനാണ് ആദ്യം ഫുട്ബോളൊക്കെ കളിച്ചു തുടങ്ങിയത്. ചേട്ടൻ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് കൊടുക്കണമെന്ന് അനിയന്. എല്ലാം നല്ലതെല്ലാം മൂത്ത ആൾക്ക്, ചെറുതിന് അവനങ്ങനെ എല്ലാം അവനൊരു ഒതുങ്ങി കൂടുന്ന പ്രകൃതമാണ്. പക്ഷേ പന്ത് കളിയിൽ മാത്രം അവനായി കോംപ്രമൈസ് ചെയ്യില്ല. അവൻ രാവിലെ 3:30 എഴുന്നേറ്റ് ബൂട്ട് കെട്ടിയിരിക്കും, എനിക്ക് കളിക്കാൻ പോകണം. അവൻ അങ്ങനെയാണ്. ചേട്ടനും ഞാനും എപ്പോഴും ഒരുമിച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്. ചെറുപ്പം തൊട്ടേ ഒരുമിച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഞാനും ചേട്ടനും 2 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. പണ്ട് മുതലേ ഞാനും അവനും ഒരുമിച്ചായിരുന്നു ഫുട്ബോളൊക്കെ കളിച്ച് വളർന്നുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടിലൊക്കെ പോയി ഞാനും അവനും എപ്പോഴും കളിക്കുമായിരുന്നു. ട്രെയിനിങ് എല്ലാം ഒരുമിച്ച് തന്നെ ആയിരുന്നു. അപ്പോൾ എപ്പോഴും ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്കും അവൻ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ പറ്റുമ്പോൾ ഞാൻ പണ്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ തൊട്ട് അവൻ കറക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ ചേട്ടൻ എനിക്ക് പറഞ്ഞു തരും ഓരോ കാര്യങ്ങൾ. എല്ലാത്തിനേക്കാൾ ഉപരി പുള്ളിക്ക് ഫുട്ബോൾ കളിക്കണം എന്നുള്ളൊരിതാണ്. ഇവിടെയൊക്കെ ആണെങ്കിൽ വന്നാൽ ഞാൻ പറയും, മോനെ അങ്ങനെ വേറെ സ്ഥലത്തൊന്നും കളിക്കാൻ പോലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പാലത്തിൻ്റെ അടിയിലോ ഗ്രൗണ്ടിലൊക്കെ പുള്ളി കാണും. വീട്ടിലിരിക്കത്തില്ല. രാവിലെ പോയാൽ വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോഴേ വരത്തുള്ളൂ. ഏതെങ്കിലും കളി ഉണ്ടെങ്കിൽ അവിടെ എല്ലാം പോയി കളിക്കും. ചെറുപ്പത്തിൽ നിന്നിട്ട് ഞാൻ വരുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ പിള്ളേർ വീട്ടിലാണെങ്കിൽ തന്നെ ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സ്, അതിപ്പോൾ സ്ക്വയർ ഒരു ബോക്സ് ആണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലെ പാത്രമാണെങ്കിലും അങ്ങനത്തെ സാധനം വെച്ച് ഇവർ പരസ്പരം പാസ് ചെയ്ത് കളിക്കും. ഞാൻ ചോദിക്കും, ഇവർ പിള്ളേർ ഇത് എന്ത് സാധനം ഉണ്ടെങ്കിലും തട്ടുകൊള്ളുന്നത്, കാലുകൊണ്ടാണ് ഇവരുടെ പരിപാടികൾ. അത് അച്ഛൻ ഫുട്ബോൾ പ്ലെയറാണ്, പ്രദീപേട്ടൻ ഓൾറെഡി ഫുട്ബോൾ പ്ലെയറാണ്. ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ പുള്ളി പണ്ടത്തെ കളികളും ഫുട്ബോൾ ചെറുതിലെ കളിച്ചോടെ ഞാൻ നല്ല കളിക്കാറുണ്ട്. ഫോർവേഡും ബാക്കായിട്ട് ഇരിക്കാറുണ്ട്. അത് കളഞ്ഞു എൻ്റെ മക്കളും അതേപോലെ എൻ്റെ രീതിയിൽ വന്നു. സ്പോർട്സ് നമുക്ക് ഭ്രാന്താണ്. പാതിരാത്രിക ഫുട്ബോളും ക്രിക്കറ്റ് കളി കാണാനൊക്കെ ജീവിച്ചെന്നിരിക്കാറുണ്ട്. അതേപോലെ എൻ്റെ മക്കൾക്കും അതേപോലെ ഭ്രാന്തായി. എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് വെച്ചാൽ ഇന്ത്യൻ ടീമിൽ കളിക്കണം. ഇന്ത്യൻ ടീമിൽ കളിക്കുക, ഫൈനലിൽ ഗോളൊക്കെ അടിച്ച് ഇന്ത്യക്ക് വേണ്ടി ഒരു വേൾഡ് കപ്പൊക്കെ നേടണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. എന്തായാലും അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തായാലും ശ്രമിക്കും. ഏറ്റവും നല്ല രീതിയിൽ എത്തുന്ന ആഗ്രഹം. 2 വർഷം മുമ്പ് ജൂനിയർ ടീമിൽ എറണാകുളത്തിന് വേണ്ടി കളിക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ടാണ് കളിച്ചിരുന്നത് യശ്വന്ത് മോൻ. ആ ഭാഗത്തു നിന്ന് കോർണർ ഫ്ലാവിൻ്റെ ഭാഗത്തേക്ക് ഓവർലാപ്പ് കയറി നല്ല മികച്ച ക്രോസുകളായിരുന്നു. തളികയിൽ എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഒന്ന് കാല് വെച്ചാൽ അല്ല തല വെച്ചാൽ ഗോളാവുന്ന ഒരുപാട് നല്ല നീക്കങ്ങളുണ്ടായിരുന്നു. ഞാനിപ്പോൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. ഇപ്പോൾ കുറേ കാലമായി വാടക വീട്ടിൽ താമസിക്കുന്ന പറയുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ടേ വാടക വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഫുട്ബോളിലൂടെ ഞാൻ നേടാനായിരിക്കുന്നത് എനിക്കൊരു വീട് വെക്കണം, സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അച്ഛനും അമ്മയും ചേട്ടനും മാമനും ആൻറ്റി എല്ലാവർക്കും കൂടെ ഒരു വീട് വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങൾ റെൻറ്റിനുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. അവിടുത്തെ എല്ലാ ബൾബും ഇവനെ അടിച്ചു പൊട്ടി. രാത്രി അയാൾ എന്നെ കാണാതെ ഫുട്ബോൾ എടുത്ത് തട്ടി ഇതാണ്. പിന്നെ ഇതിനെക്കൊണ്ട് ഒരു രക്ഷയില്ല. ഈ പാട്ടുപാടലും ആളുണ്ടെങ്കിൽ പിന്നെ ഒരു 10 പേരുണ്ടെന്നുള്ള ഒരു വിഷയയിലാണ്. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര ഒരു വിഷമമായിപ്പം. പിന്നെ എന്തായാലും എനിക്കറിയാം, ഞാനിത് പ്രതീക്ഷിച്ചാണ് അവൻ ഏതെങ്കിലും നിലയിൽ എത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എപ്പോഴും ഞാൻ അവൻ കളിക്കാൻ പോകുമ്പോൾ പറയും ആൻറ്റിക്ക് വേണ്ടി ഒരു ഗോൾ അടിക്കണം എന്ന് പറയും. അങ്ങനെ ചിലത് അടിച്ചിട്ട് അവൻ വന്നിട്ട് പറയും ആൻറ്റി ഗോളടിച്ച്. അവന് ഈ ഫുട്ബോൾ ഭ്രാന്താണല്ലോ. പുള്ളി വേൾഡ് കപ്പ് ആണെന്ന് ആഗ്രഹമായിരുന്നു. ഗോൾഡ് പണയം വെച്ച് നടന്നു പോയത്. ചേച്ചിയും ചേട്ടനോട് പോയി പണയം വെച്ചിട്ടാണ് ടിക്കറ്റൊക്കെ എടുത്ത് പോയത്, ഖത്തറിൽ പോയത്. ഞങ്ങൾക്കൊരു കൂട്ടായ്മ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എന്ത് കാര്യമാണ് ചെറിയൊരു കാരണം കിട്ടാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കും. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂട്ടം 50 പേര്
ഇപ്പം അവൻ പോയതിൻ്റെ ഞങ്ങളുടെ വീട്ടിൽ ഒരു 50 പേര് കൂടുതലുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുക, പാട്ട് പാടുക. കാട് പൂത്തല്ലോ ഞാവൽ കാപഴുത്തല്ലോ ഇന്നീ കാലമായില്ലേ എൻ്റെ കൈ പിടിച്ചിടാ. ആ സൂപ്പർ ലീഗ് കേരള എന്ന് പറയുമ്പോൾ ഇന്നത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൂടുതലൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം താഴെ തലങ്ങളിലുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ട് വരുവാൻ ഈ സൂപ്പർ ലീഗ് പോലുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിൽ കഴിയുന്ന ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഈ സൂപ്പർ ലീഗ് കേരള പോലത്തെ ബ്രാൻഡുകൾ തരുന്ന സപ്പോർട്ടായിരിക്കും നാളെ നമുക്ക് ചിലപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഒരു വേൾഡ് കപ്പൊക്കെ നേടിത്തരുന്നത്. സാധാരണ നാട്ടിൽ കളിച്ചാൽ ഞാനിപ്പോൾ മലേഷ്യയിൽ ആന്റണി യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമി കളിക്കാൻ പോവാണ്. അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്നത് എനിക്ക് സൂപ്പർ ലീഗ് കേരളയാണ്. കൂട്ടിലെന്ത് വന്നു ചേരാത്ത